നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഒരു പടുതാകുളം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു കുഴി കുത്തി. സംഭവം കുഴി കുത്തല്ല ചെയ്തത്, ഇവിടെ ഒരു മരത്തിൻ്റെ വേരുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ വേര് മാറ്റിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഴി കിട്ടി. പിന്നെ അതിനുശേഷം നല്ല സ്ക്വയറായിട്ട് അതിനൊന്ന് ചെത്തി മിനുക്കിയെടുത്തു. ഇതാണ് ആ മരത്തിൻ്റെ വേര്. പിന്നെ ഇവന്മാർ നമ്മുടെ കോഴികൾ, ഇവന്മാരൊന്നും പില്ലേട്ടാ. കുഴി കുത്തിയതിന് ശേഷം അതിൻ്റെ എഡ്ജുകളെല്ലാം നല്ലപോലെ സോഫ്റ്റാക്കി എടുത്തു. അതിനുശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, അതായത് പ്ലാസ്റ്റിക് ചാക്കുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് മൊത്തമായിട്ട് വിരിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ടർപ്പോളിൻ ഷീറ്റ് ഇതിലേക്കും കുത്തി കീറാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം വലിയൊരു ടർപ്പോളിൻ ഷീറ്റും കൊണ്ട് വിരിച്ചു. അവിടേക്കായിട്ട് ചെറിയൊരു ഓട്ടയുള്ളൊരു ഷീറ്റാണ്. ഈ ഒരു വെള്ള ഷീറ്റാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇടുന്നത്. ബൗണ്ടറി ആയിട്ട് മണ്ണ് നിറച്ചിട്ട്, സിമൻറ്റ് ചാക്കുകൾ നമുക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ സിമൻറ്റ് ചാക്ക് ബൗണ്ടറി ആയിട്ട് വെച്ചു. ഞാനിപ്പോൾ ബൗണ്ടറിക്ക് മേലെയാണ് ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്നത്. അത്രയും സ്പേസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ബൗണ്ടറി അതിന് മേലെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ വെള്ളം നിറച്ചു. അതിനുശേഷം വല വിരിച്ചു. നല്ല രീതിയിൽ തന്നെ വല വിരിച്ചിട്ട് പുതിയൊരു വല വാങ്ങി വിരിച്ചു. അപ്പം എനിക്ക് ഈ ഷീറ്റിന് ചിലവായത് 2000 രൂപയാണ്. പിന്നീട് നമ്മൾ ഇതിലേക്ക് മീനെ ഇട്ടു. നമ്മളിട്ടിരിക്കുന്ന മീനെന്ന് പറയുന്നത് ഗിഫ്റ്റ് തിലാപ്പിയാണ്. അപ്പോൾ നമ്മളൊരു 100-150 കുഞ്ഞുങ്ങളോളം ഇതിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. നമ്മുടെ കുളത്തിൽ മീനുകൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ മീനുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത്രയും മീനുകൾ ഇങ്ങനെ ഒരു ചെറിയ കുളത്തിൽ ഇടാതിരിക്കാനാണ് നല്ലത്. കാരണം അവയുടെ ഗ്രോത്ത് കുറയാനായിട്ടൊരു സാധ്യതയുണ്ട്. നമ്മളിതിൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ എയറേഷൻ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രോത്തും വളരെ കുറവാണ്. ഇടയ്ക്കിടെ മീനുകൾ ചത്തുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വെള്ളം മാറ്റാനൊക്കെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനതിന് വേണ്ടിയിട്ട് അരയുടെ ഒരു മോട്ടർ വാങ്ങിയിട്ട് വെച്ചിരിക്കുകയാണ്. ലക്ഷ്മിയുടെ മോട്ടറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ മോട്ടർ വെച്ചിട്ട് നമ്മൾ വെള്ളം അടിച്ച് വറ്റിക്കും. അടിയിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. അത് മുഴുവനായിട്ട് പോകാറില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കോരി കളയേണ്ടി വരും. കുളമൊക്കെ ക്ലീൻ ചെയ്യട്ടെ. 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വെള്ളം പറ്റിക്കുന്നതാണ്. നമ്മൾ അരയുടെ ഒരു മോട്ടർ, ചെറിയൊരു മോട്ടർ വെച്ചിട്ടാണ് വെള്ളം പറ്റിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വെള്ളം പറ്റിക്കാനായിട്ട് ചെറിയൊരു മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളമൊക്കെ നമുക്ക് വെറുതെ പൈപ്പിട്ട് കളയാം. പക്ഷേ മുഴുവൻ വെള്ളം പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ നമുക്ക് ചെറിയൊരു മോട്ടർ എന്തായാലും വേണം കേട്ടോ. നമ്മളിങ്ങനെ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീനുകളൊക്കെ അതിൽ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ തീറ്റയ്ക്കും കൊടുക്കും. ഈ സമയത്ത് സാധാരണ തീറ്റയൊന്നും എടുക്കാറില്ല. എന്ത് പറ്റിയാൽ ഇന്ന് കാര്യമായിട്ട് തീറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ കുളത്തിൽ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളത്തിന് മേലെ ഒരു നെറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിലും ചുറ്റും ജാതിമരം ഉള്ളത് കൊണ്ട് ജാതിമരത്തിൽ നിന്ന് വീഴുന്ന ചെറിയ കായകൾ, പൂക്കൾ, അതൊക്കെ അതിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറിയ കായകളൊക്കെ ഇതിൽ വീഴുന്ന കാരണം കൊണ്ടേ അത് ചീഞ്ഞിട്ട് നമ്മുടെ മോട്ടറിൻ്റെ ഫുട് വാൽവിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് മോട്ടറിൻ്റെ ഇമ്പലറിൻ്റെ ഉള്ളിലേക്ക് കടന്നതിലേക്കും ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ മീൻകുളം അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് ക്ലീൻ ആവാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പല്ലറ്റ് തീറ്റയ്ക്ക് പകരം ഈ പപ്പയുടെ ഇല അതിന് വെട്ടിയിട്ട് കൊടുക്കും. സംഭവം പപ്പമരത്തിൻ്റെ ഇല വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആദ്യം പല്ലറ്റ് തീറ്റ അവർക്ക് കൊടുക്കരുത്. ഒരു ദിവസം ആദ്യം ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലറ്റ് തീറ്റ കൊടുത്താൽ പിന്നെ പപ്പയുടെ ഇല അവർ കഴിക്കില്ല. അപ്പോൾ ആദ്യം പല്ലറ്റ് തീറ്റ പപ്പയുടെ ഇല കൊടുക്കും. പിന്നെ അവർ പല്ലറ്റിൻ്റെ തീറ്റ കിട്ടിയാലും അവർ കഴിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോട്ടാ. അവിടെ രീതി അത് തന്നെയല്ലേ. നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടിയാൽ പിന്നെ നമ്മൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ ആദ്യം കുറച്ച് അധികം രുചിയില്ലാത്തൊരു ഫുഡ് കിട്ടിയിട്ട് പിന്നീട് നല്ല രുചിയുള്ള ഫുഡ് കിട്ടിയാൽ നമ്മളതും കഴിക്കും. ഇങ്ങനെ ഇടുന്ന ഈ ഇലകളൊക്കെ ഒരു പെട്ടെന്നൊന്നും ഓടി വന്ന് കഴിക്കില്ല. എന്നാലും കുറേശ്ശെ കഴിച്ച് ഒരു ദിവസം കൊണ്ടൊക്കെ അവരത് കഴിച്ച് തീർക്കും. പക്ഷേ നമുക്ക് ഒരു ദിവസം ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പോഷകാഹാരമുള്ള ഈ പല്ലറ്റ് തീറ്റ കിട്ടണമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളതും കൂടി കൊടുക്കും. അല്ലെങ്കിൽ ഇവന്മാർക്ക് വലിയ ഗ്രോത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനെ എടുക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അധികം മീനുകളെ ഇങ്ങനെ കുളത്തിലിടേണ്ട ആവശ്യമില്ല. സംഭവം ചെറിയ കുളമാണ്, കാണാനും നല്ല ഭംഗിയാണ്. കുറേ മീനുകൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ വലിപ്പം കുഞ്ഞുങ്ങൾക്ക് വലിപ്പം കൂടുന്തോറും കുളത്തിന് വലിപ്പമില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു വളർച്ച കുട്ടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കൃഷി സംബന്ധമായ വീഡിയോസാണ് കൂടുതൽ ചെയ്യാറ്. മീനിൻ്റെ കാര്യങ്ങൾ, പടുതാക്കുളം, അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു. ഗുഡ് ബൈ.